മലയാള സിനിമയിലെ ഓൾ റൗണ്ടറാണ് ബാലചന്ദ്ര മേനോൻ. നടൻ, സംവിധായകൻ, എഡിറ്റർ തുടങ്ങി നിരവധി മേഖലകളിൽ തൻ്റെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഓൾ റൗണ്ടർ എന്ന വിശേഷണം അദ്ദേഹത്തിന് സ്വന്തമാണ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയ സംവിധായകനായിരുന്നു ബാലചന്ദ്ര മേനോൻ. കുടുംബ ചിത്രങ്ങളുടെ സംവിധായകൻ എന്ന ഇമേജിലൂടെയാണ് കൂടുതലായി ശ്രദ്ധിക്കപ്പെട്ടത്. ആ പ്രതിച്ഛായ തന്നെയാണ് തൻ്റെ ഒരു പൈങ്കിളിക്കഥ എന്ന ചിത്രത്തിന് വലിയ വിമർശനങ്ങൾ വരാൻ കാരണമായെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. കുട്ടിക്കാലത്ത് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ മകൻ എന്ന പ്രതിച്ഛായയുടെ തടവിലായിരുന്നു. ക്യാമ്പസിലെത്തിയപ്പോഴാണ് മാഗസിൻ എഡിറ്റർ എന്ന രീതിയിലായി മാറി. ക്യാമ്പസിലൂടെ കൗമാരത്തിൻ്റെ എല്ലാ ചാബല്യങ്ങളുടെയും നടക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എഴുത്തുകാരൻ, കലാകാരൻ തുടങ്ങിയ പ്രതിച്ഛായകൾ കാരണം ആ പ്രായത്തിലെ പല ആൺകുട്ടികളും ചെയ്യുന്നത് പോലെ പെൺകുട്ടികളോട് അടുത്തിടപഴകാനോ പ്രണയിക്കാനോ ഒന്നും പറ്റിയില്ല, ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. സിനിമയിലെത്തിയ ശേഷവും കുടുംബ സിനിമകളുടെ സംവിധായകൻ എന്ന ലേബലാണ് കൂടുതലായി ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനിടെ പുറത്തിറങ്ങിയ ഒരു പൈങ്കിളിക്കഥ എന്ന ചിത്രത്തിലെ കഥാപാത്രവും കഥാപശ്ചാത്തലവും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചെന്നും ബാലചന്ദ്ര മേനോൻ വ്യക്തമാക്കി. ചിത്രത്തിൽ ഞാൻ വീട്ടിലെ പയ്യനാണ്. രോഹിണി ജോലിക്കാരിയുടെ വേഷമായിരുന്നു. ഇരുവരും തമ്മിൽ അടുപ്പമുണ്ടാകുകയും പിന്നീട് അവൾ ഗർഭിണിയാകുകയും ചെയ്യുന്നു. സിനിമ പുറത്തിറങ്ങിയപ്പോൾ ബാലചന്ദ്ര മേനോനിൽ നിന്നും ഇങ്ങനെ ഒരു കഥ പ്രതീക്ഷിച്ചിട്ടില്ല എന്ന രീതിയിൽ ഒരുപാട് കത്തുകൾ ലഭിച്ചു, അദ്ദേഹം പറഞ്ഞു. ഇന്നും സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ പ്രതിച്ഛായയെ സ്വാധീനിക്കാറുണ്ടെന്നും ക്യാമറയ്ക്ക് മുന്നിൽ മോശം വാക്കുകൾ ഉപയോഗിക്കാത്തതുപോലും അതിൻ്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അഭിനയ രംഗത്ത് വീണ്ടും സജീവമാകാനുള്ള ആഗ്രഹവും ബാലചന്ദ്ര മേനോൻ പങ്കുവച്ചു. ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രതിച്ഛായ എന്ന ചിത്രത്തിൻ്റെ കഥ തന്നെ ഏറെ ആകർഷിച്ചതായും പുതിയ തലമുറയ്ക്കായി തിരക്കഥകൾ എഴുതാനുള്ള പദ്ധതികൾ മനസ്സിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.